ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ത്രീ ഫേസ് ഡി ബിയിൽ നിന്നും അത് എർത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ത്രീ ഫേസ് മീറ്റർ ബോക്സാണ് വരുന്നത്. മീറ്റർ ബോക്സിൽ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളും നേരത്തെ വീഡിയോയിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല. ഇത് സെപ്പറേറ്റ് ഒരു നിങ്ങൾക്ക് രണ്ട് പൈപ്പുകളാണ് ആ മീറ്റർ ബോക്സിൽ നിന്ന് താഴേക്ക് കൊടുത്തിരിക്കുന്നത്. അത് കൺസീൽ ചെയ്ത് ഇറക്കിയിരിക്കുന്നു. അതിലൂടെയാണ് നമ്മുടെ കോപ്പർ വയർ, രണ്ട് കോപ്പറാണ് വന്നിരിക്കുന്നത്. രണ്ട് കോപ്പർ ത്രീ ഫേസ് ആയതിന് രണ്ട് കോപ്പർ വന്നതിന് ശേഷം രണ്ട് ബിറ്റുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ബിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട രണ്ട് ബിറ്റുകൾ തമ്മിൽ ഏകദേശം ഒരു മീറ്ററോളം ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് രണ്ട് ബിറ്റുകൾ തമ്മിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബിറ്റുകളിലേക്ക് നമ്മൾ റോഡാണ്, എർത്ത് റോഡ് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എർത്ത് റോഡും അതിൻ്റെ കോമ്പൗണ്ടും കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി പണി നമുക്ക് എളുപ്പമായി. അപ്പോൾ എർത്ത് റോഡ് ഏകദേശം 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ വരുന്ന റോഡാണ് വരുന്നത്. അത് ഗാൽവനൈസേഷൻ ചെയ്ത് വരുന്ന രീതിയിൽ ഗാൽവനൈസേഷൻ ചെയ്ത് വരുന്ന രീതിയിലുള്ള റോഡുകളാണ് നമുക്ക് കിട്ടുന്നത്. ആ റോഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കുഴി കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഈ റോഡ് വയ്ക്കുക. രണ്ട് സൈഡുകളിലായിട്ട് അതിൻ്റെ കോമ്പൗണ്ടും അതിൻ്റെ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ്, കോമ്പൗണ്ട് നമുക്ക് കിട്ടും, മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അതിനിട്ടതിന് ശേഷം നമ്മൾ കണ്ട ഒരു 2 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 2.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഏകദേശം ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചോ 15 ഇഞ്ചോ വരാവുന്ന രീതിയിൽ താഴേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് ശേഷമാണ് അതിൻ്റെ സൈഡിലേക്ക് മണ്ണ് കാര്യങ്ങളൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത്. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ടൈല് കാര്യങ്ങളൊക്കെ പാവിങ് ടൈല് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് എന്തെങ്കിലും അതായത് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ബിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് KCBക്കാർ നമ്മൾ കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് നമ്മൾ മസ്റ്റായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഏതായാലും ബിറ്റിൻ്റെ അതായത് ഈ എർത്തിൻ്റെ ഏരിയകളിൽ എപ്പോഴും നനവുണ്ടായിരിക്കുന്ന എഫക്റ്റ് ഉണ്ടെങ്കിൽ നല്ല പ്യുവർ പക്കായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എർത്ത് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് ഓക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ലെവലിൽ ആ പൈപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഇടയ്ക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നല്ല പ്രോപ്പർ എർത്തിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീടുകളുടെയൊക്കെ ഉപകരണങ്ങൾ വളരെ സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ കട്ട വിരിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി താഴെ നിൽക്കുന്നതാണ് നല്ലത്. അതായത് കാരണം നമുക്കൊരു മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ പൊങ്ങി നിൽക്കാതെ താഴേക്ക് പൈപ്പ് നിർത്തിയതിന് ശേഷം അതിനോട് ഇച്ചിരി കൂടി താത്തി വേണം നമ്മുടെ ഈ പറയുന്ന ബിറ്റ് കാര്യങ്ങൾ വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന ബിറ്റും കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ പറയുന്ന റോഡ് കാര്യങ്ങൾ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം, കുറച്ച് താത്തി 1 ഇഞ്ചോ 1.5 ഇഞ്ചോ താത്തി വേണം നമുക്ക് ഈ പറയുന്ന ലെവലിൽ വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ പ്രോപ്പർ എർത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഈ കോപ്പർ പൈപ്പ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കോപ്പർ റോഡിൻ്റെ അതിലേക്ക് വരുന്ന കോപ്പർ നമ്മൾ ഉപയോഗിച്ചിരുന്നത് 10ൻ്റെ കോപ്പറോ അല്ലെങ്കിൽ 10ൻ്റെ കോപ്പറോ 12ൻ്റെ കോപ്പറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. നോർമലി നമുക്ക് ത്രീ ഫേസ് ഉപയോഗിക്കുന്ന സമയത്ത് 10ൻ്റെ കോപ്പറുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. 10ൻ്റെ കോപ്പർ നമ്മൾ മീറ്റർ പറഞ്ഞതിന് ശേഷം എത്ര മീറ്ററാണ് ഇവിടെ നിന്ന് നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് വരുന്നത് അത്രയും മീറ്റർ അളന്ന് നമ്മൾ വാങ്ങിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ത്രീ ഫേസ് ആയപ്പോൾ നമുക്ക് 2 ബിറ്റ് കൊടുക്കും, 2 കുഴികളെടുത്ത് 2 കുഴികളിലേക്ക് 2 റോഡ് കൊടുക്കും. സിംഗിൾ ഫേസ് ആവുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒറ്റ ബിറ്റ് മതിയാവും, ഒറ്റ കുഴിയെടുത്ത് അതിലേക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 2 കോമ്പൗണ്ടും കിട്ടും, കോമ്പൗണ്ടും ചെയ്യണം, അതുപോലെ തന്നെ ബിറ്റും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ടൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സെൻറ്ററിൽ കണ്ട് ആ ബിറ്റിൽ ആ റോഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോള് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന നെറ്റ് ബോൾട്ടാണ് വരുന്നത്. അതിലൂടെ ഇട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ കോപ്പർ വയർ അതിലിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഏറ്റവും താഴേക്കടെ പൈപ്പിൻ്റെ താഴെ കാണാൻ സാധിക്കും, PVC പൈപ്പിൻ്റെ താഴേക്കടെയാണ് മണ്ണിലൂടെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ നേരെ DBയിലേക്ക് പോകുന്ന എർത്തിലേക്ക് നമ്മുടെ എല്ലാ ഉപകരണങ്ങളും കണക്ട് ചെയ്യുന്ന എർത്ത് റോഡ് DBയിൽ വരുന്നുണ്ട്. ആ DBയിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രോപ്പർ എർത്തായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്തേക്കുക, ഷെയർ കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.